നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിൻ്റെ വോളിയം കുറഞ്ഞതായിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടോ? വീഡിയോ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വോയിസ് ക്ലിപ്പ് കേൾക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വോളിയം കുറഞ്ഞു എന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇതിനായിട്ട് ഒരു പ്രത്യേക ഹിഡൻ സെറ്റിങ്സ് നമ്മുടെ മൊബൈലിൻ്റെ അകത്ത് തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്കറിയാം, ആൻഡ്രോയിഡ് മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ ഒരു വോളിയം കൺട്രോൾ സിസ്റ്റം ഒരു ലിമിറ്റേഷനിലായിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാകുക. ഈ ലിമിറ്റേഷൻ ഒന്ന് മാറ്റിയാൽ മതി, നമുക്ക് ഹൈ വോളിയത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ചില മൊബൈലുകളിൽ ഇങ്ങനെയുള്ളൊരു സെറ്റിങ്സ് കാണുന്നില്ല. അവർക്കായിട്ട് ഞാനൊരു ആപ്ലിക്കേഷനും പരിചയപ്പെടുത്തുന്നുണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കാണാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 മൊബൈലുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കാണുന്നത് സാംസങ്ങിൻ്റെ കുറച്ച് പഴയ മൊബൈലാണ്. ഈ ഭാഗത്ത് കാണുന്ന മൊബൈൽ റിയൽമിയുടെ പുതിയ മൊബൈലാണ്. എന്നാൽ പുതിയ മൊബൈലിൽ ആ ഒരു സെറ്റിങ്സ് കാണുന്നില്ല. ഇനി പഴയ മൊബൈലിൽ ആ ഒരു വോളിയം സെറ്റിങ്സ് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ വോളിയം എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് റിംഗ് ടൂൺ, അതുപോലെ തന്നെ മീഡിയ, നോട്ടിഫിക്കേഷൻ, സിസ്റ്റം എന്നതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ മീഡിയ വോളിയം ലിമിറ്റ് എന്ന ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബാറ് നമുക്കിപ്പോൾ ലിമിറ്റിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അത് നമുക്ക് കൂട്ടാനുള്ള ഓപ്ഷൻ വരും. എത്ര വേണം അതൊക്കെ കൂട്ടുക. എന്നിട്ട് നമുക്ക് ഇവിടെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൂട്ടിയത് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് ഓൺ ചെയ്താലും അവിടെ നിന്ന് അത് പോവില്ല. അതിനുശേഷം ഇവിടെ ഓഫിൽ ഇട്ടാൽ മതി. പക്ഷേ അതേ സെറ്റിങ്സ് നമുക്ക് ഇവിടെ റിയൽമിയുടെ മൊബൈലിൽ കാണുന്നില്ല. മൊബൈലിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ നമുക്ക് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനേ ഉള്ളൂ. നേരത്തെ ഞാൻ കാണിച്ചു തന്ന മീഡിയ വോളിയം ലിമിറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള മൊബൈലിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാം. ഫേസ്ബുക്കിലും യൂട്യൂബിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളുടെ സൈറ്റാണ് ഓപ്പൺ ആകുക. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആപ്പ് എന്ന് എഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്ക് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മുകളിലുള്ള വോളിയം എന്ന ഭാഗം നമുക്ക് 100% വരെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ താഴെ ബൂസ്റ്റ് എന്ന ഭാഗം 60% വരെ നമുക്ക് കൂട്ടാൻ സാധിക്കുകയുള്ളൂ. അത് നമുക്ക് 100% വരെ കൂട്ടാനുള്ള ഓപ്ഷൻ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഗിയർ മുകളിൽ തന്നെ നിങ്ങൾക്ക് ഇടതുവശത്തായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെറ്റിംഗ്സ് എന്ന ഭാഗം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ 2 ഭാഗവും ടിക്ക് മാർക്ക് ഉണ്ടാകും. മൂന്നാമത്തെ ഓപ്ഷൻ മാക്സിമം അലോഡ് ബൂസ്റ്റ് എന്ന ഈ ഒരു ഭാഗം. ഇവിടെ 40 ആണ് ഏറ്റവും നല്ലത്. 60 വരെ വെക്കാം എന്നൊക്കെ ഇവർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് 100% വരെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ 100% സെലക്ട് ചെയ്താൽ മതി. ഇവിടെ ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബൂസ്റ്റ് എന്ന ഭാഗത്ത് നമുക്ക് 100% വരെ വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും. അത് 100% വരെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഏകദേശം 60-70 വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു സൗണ്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. പരസ്യങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.